ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് പിക്സാർട്ടാണ്, സെക്കൻഡ് ലൈറ്റ് റൂമാണ്. പിക്സാർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകളും ഇതൊക്കെ വെക്കാനാണ് പിക്സാർട്ട്. ദെൻ ലൈറ്റ് റൂം നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഇത് എഡിറ്റ് ചെയ്തിട്ട് വന്നാലോ. നമ്മളപ്പോൾ ഫസ്റ്റ് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോഴത്തേക്കും അവിടെ എഡിറ്റ് ഫോട്ടോ എന്ന് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. ഇതിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഈ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ കുറേ ടൂൾസ് കാണുന്നില്ല, അത് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് ഒന്ന് കാണാൻ പറ്റും. അതെടുത്തിട്ട് സെർച്ചിൽ പോയിട്ട് മൗണ്ടെയിൻസ് വിത്ത് ലേക്ക് അതൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ദെൻ മുകളിൽ കാണുന്ന ഒരു ഇറേസ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇതേപോലെ. അപ്പോൾ ഞാൻ എല്ലാം ഇറേസ്, ആ കല്ലൊക്കെ വരുന്ന ഭാഗങ്ങളെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതേപോലെ റീസ്റ്റോറും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അവിടുത്തെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗണ്ടെയിൻ സെറ്റായി. ദെൻ ഒന്ന് വലുതാക്കിയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഒപ്പാസിറ്റിന്ന് കാണാൻ പറ്റും താഴത്ത്, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് വെച്ചതുപോലെ തോന്നില്ല, മൗണ്ടെയിൻ കണ്ടില്ലേ, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി നമ്മുടെ ആ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് സെർച്ച് കൊടുത്തിട്ട് മൗണ്ടെയിൻസ് വിത്ത് ലേക്ക് ഇന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ദി ബോയ്സ് എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. അത് ജസ്റ്റ് ഇങ്ങനെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ടിക്ക് കൊടുക്കാം. മുകളിൽ ടിക്ക് ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് കൊടുത്ത് നമ്മുടെ പിക്സാർട്ടിൻ്റെ പണി ഇവിടെ തീർന്നു. ഇനി നമുക്ക് നേരെ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ഓരോ ലൈറ്റനിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ട ലൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോട്ടോ വേറെ ആംഗിളിൽ നിന്നും വേറെ ലൈറ്റനിങ്ങിൽ നിന്നും എടുത്തതായിരിക്കും. അപ്പോൾ അതിന് ഈ ലൈറ്റ് തന്നെ കറക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എഡിറ്റിങ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കണ്ടാലോ. ഈ ഫോട്ടോ നോർമൽ ഫോട്ടോയും ദെൻ എഡിറ്റഡ് ഫോട്ടോയും. അപ്പോൾ ഇതാ കണ്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു എഡിറ്റിംഗ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.